ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഓണമൊക്കെ ഇങ്ങെത്തി. അപ്പം ഇന്ന് നമുക്ക് ഒരു അടപ്രഥമൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നല്ല സ്വാദ്യതയോടുകൂടി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് സ്പൈസസ് ഒന്നും ചേർക്കാതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സ്പൈസസ് ചേർക്കാതെ ഉണ്ടാക്കിയെങ്കിൽ ഈ അടയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 1/4 കിലോ അട എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പാക്കറ്റ് വാങ്ങിച്ച അടയാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ആദ്യം തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ എപ്പോൾ നമ്മൾ അട വേവിക്കുകയാണെങ്കിലും കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് വേണം നമ്മൾ വേവിച്ച് എടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് തിളച്ചിട്ടുണ്ട് ആ വെള്ളം. അപ്പോൾ അതിലേക്ക് നമുക്ക് അട ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി അത് 1 മണിക്കൂർ നമുക്ക് അടച്ചു വെക്കണം. 1 മണിക്കൂറിന് ശേഷം അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ അട നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട് വെന്ത്. ഇനി നമുക്ക് ഈ വെള്ളം മാറ്റിയതിന് ശേഷം ഈ അട ഒന്ന് കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും നമുക്കൊന്ന് കഴുകിയെടുക്കണം. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിരിക്കുന്നത് 700 ഗ്രാം അളവിലുള്ള ശർക്കരയാണ് കേട്ടോ. ഇത് പാനിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മുടെ അട ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മുടെ അടയും ശർക്കരയും കൂടെ നന്നായിട്ട് വെന്ത് യോജിക്കണം. എങ്കിലേ ഈ അടപ്രഥമന് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെന്തു എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിളച്ച് നന്നായിട്ട് ഇതിൻ്റെ ബബിൾസൊക്കെ വരും. അതായത് കണ്ടോ, ഇതുപോലെ നല്ല ബബിൾസ് വരണം. ഒരു കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ തവി കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ. അടിക്ക് പിടിക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് യോജിച്ചിട്ടുണ്ട്. നല്ല പതയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2ാം പാലാണ്. അപ്പോൾ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2ാം പാൽ നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നേരത്തെ നമ്മൾ ശർക്കരയും അടയും കൂടെ നന്നായിട്ട് വെന്തില്ലേ, ആ രീതിയിൽ നന്നായിട്ടൊരുവിധം വറ്റിച്ച് എടുക്കണം. ഇനി അതിലേക്ക് 1-2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിപ്പോൾ നന്നായിട്ട് ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ 1ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1ാം പാൽ ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കാഷ്യൂനട്ടും അതേപോലെ തേങ്ങാക്കൊത്തും കൂടെ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്തു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓണം സ്പെഷ്യൽ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. സ്പൈസസ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഈ അടയുടെ ശരിക്കുമുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും.